അപ്പു എന്താടാ, എന്ത് പറ്റി? നീ ഒരുമാതിരി പാമ്പ് ചത്ത പാമ്പാട്ടിനെ പോലെ ഇരിക്കണം. എടാ എന്ത് കണ്ടെങ്കിലും പറ, നമുക്ക് പരിഹരിക്കാം. ചോദിച്ചത് കേട്ടില്ലേ? നീ പറ, എന്താ നിന്റെ പ്രശ്നം? നമുക്ക് പരിഹരിക്കാന്നേ. ഒന്നുമില്ലടാ. എന്താ എന്തെങ്കിലും പറ. എടാ ജീവിതം ആകെ നയിച്ചോണ്ടിരിക്കുക. എന്ത് പറ്റി? ഞാനാ തങ്കച്ചനെ തങ്കച്ചനൊരു 50,000 രൂപ ഞാൻ കൊടുക്കാറുണ്ട്. അവൻ്റെ മകളുടെ കല്യാണം തിങ്കളാഴ്ച. എൻ്റെ ഇല്ലടാ കൊടുക്കാൻ. ഞാൻ എന്നെ ചെയ്യും. ഞാൻ വേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വാ. ഞാൻ ചാവുള്ളൂ. നിന്റെ ഭാര്യയുടെ അടുത്ത് മാലയില്ലേ? അതൊന്ന് പറയാൻ പറ്റാ തീരാവുന്ന കാര്യമല്ലേ ഉള്ളു. എടാ ഞാൻ പല പ്രാവശ്യം ചോദിച്ചോടാ അവളോട്. അവളെന്നാലും എന്നെ തല്ലാൻ വരുക. എനിക്ക് വിഷമായിടാ. എടാ പൊട്ട, ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഏത് പെണ്ണും തരും. നിന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കണ മാല ഞാൻ മേടിച്ചു തരട്ടെ? എടാ അതിൻ്റെതൊക്കെ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ചോദിച്ചാൽ ഏത് പെണ്ണും ഊരിത്തരും. വേണ്ടടാ, നീ പോയി വെറുതെ നാണം കെടണ്ട. അവള് തരിയല്ലടാ. വാടാ, ഞാൻ മേടിച്ചു തരാം. നിന്റെ ഭാര്യ പാറുലെടുക്കെന്ന് ഞാൻ സ്വർണം മേടിച്ചു തരാം. വാ, നീ വാ, നമുക്ക് പോയി ചോദിക്കാം. വെറുതെ പോവുകയാണ്. അവള് തരിയല്ല. തരുവന്നേ, വാ, ഞാൻ വാങ്ങിച്ചു തരാം. എന്റെ ഭാര്യ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. വരുവടാ, തരുവടാ, വാ, ഞാൻ വാങ്ങിച്ചു തരാം. എടാ അവള് മഹാപ്രശ്നക്കാരത്തിയാണ്. നീ ഇത് അങ്ങോട്ട് മാറി നിന്നു. ഞാനിവിടെ നിൽക്കാം. ഞാൻ ഉണ്ടെന്നുള്ളത് അവൾ അറിയരുത്. ഇല്ല, അറിയാല. എന്റെ ശവാടൊക്കെ നടത്തും. അറിയാല, ഞാൻ നോക്കിക്കോളാം. നീ ആര്? സജീവനോ? എന്തുണ്ട് വിശേഷങ്ങള്? ഞാൻ പാറുവിനെ ഒന്ന് കാണാൻ വന്നതാ. ബാ സജീവ, ഇരിക്കെ. എന്താ പറ. എന്റെ ഭാര്യയ്ക്ക് ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. യൂട്രസ് റിമൂവ് ചെയ്യണം. എനിക്കൊരു 50,000 രൂപ സഹായിക്കണം. ആരാടെന്നറിയ നിനക്ക് 50,000 രൂപ? നിന്റെ ഭാര്യ ദേഹത്തിൽ. ഞാനല്ലാതെ നിനക്ക് വേറെ ഏതാടോ ഭാര്യ? ഏത് ഭാര്യയുടെ യൂട്രസ് മാറ്റി വെക്കാനുള്ളത്? താനേ വീട്ടിലോട്ട് വാ, ബാക്കി ഞാൻ അവിടെ തരാം. എന്റെ കെട്ടിയോൻ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഈ മാല. പിന്നെയാണ് നീ ചോദിച്ചാൽ തരുന്നത്. കടക്ക് പുറത്ത്. ഇനി പരിസരത്ത് കണ്ടുപോകും. കിട്ടി, വൈകുന്നേരം തരാം. വയ്യാവയിലേക്ക് പിടിച്ച് കൂട്ടുകാരനെ നന്നാക്കാൻ പോയതാ. ഇപ്പൊ അവളുടെ തെറി മുഴുവൻ ഞാൻ പിടിച്ചു. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെല്ലുമ്പോ കിട്ടും ബാക്കി കൂടി. എന്തൊരു തലവിധി.